IPL ആരവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഉദ്ഘാടന മത്സരത്തിൽ ഇന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിൽ ആണ് മത്സരം അരങ്ങേറുക. IPL ആരവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടും. IPL-ലെ ഏറ്റവും വിജയശരാശരിയുള്ള ഫ്രാഞ്ചൈസിയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ഇതുവരെയുള്ള 16 സീസണുകളിൽ 10ലും CSK ഫൈനലിലെത്തി. അതിൽ 5 തവണ ജേതാക്കളാവുകയും ചെയ്തു. മറുവശത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവാകട്ടെ ഇതുവരെ ഒരു തവണ പോലും കിരീടത്തിൽ മുത്തമിട്ടിട്ടില്ല. 2009, 2011, 2016 സീസണുകളിൽ ഫൈനലിലെത്തിയതാണ് RCBയുടെ നേട്ടം. എല്ലാ കാലത്തും സൂപ്പർ താരങ്ങളാൽ സമ്പന്നമായിരുന്നു RCB. രാഹുൽ ദ്രാവിഡിൽ തുടങ്ങി വിരാട് കോഹ്ലിയും കടന്നത് ഫാഹ് ഡുപ്ലസി വരെ എത്തി നിൽക്കുന്നു. ഇത്തവണ കിരീടമല്ലാതെ മറ്റൊന്നും RCBക്ക് മുന്നിലില്ല. അതിനാൽ ആദ്യ മത്സരത്തിൽ തന്നെ ജയം നേടി തുടങ്ങാനായിരിക്കും ടീം ശ്രമിക്കുക. MS ധോണിക്ക് പകരം ഋതുരാജ് ഗോയ്ക്വാദ് നായകനായ ചെന്നൈക്കും ഈ സീസൺ നിർണായകമാണ്. ഇതിനകം 42 വയസ്സായ ധോണിയും അജിൻക്യ രഹാനെയും കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ്. പ്രായത്തിന്റെ ഘടകം ടൂർണമെന്റിലെ ടീമിന്റെ മുന്നോട്ടുള്ള പുരോഗതിയെ തടസ്സപ്പെടുത്തിയേക്കാം. പരുക്കിന്റെ പിടിയിലുള്ള പല താരങ്ങളുടെ അനിശ്ചിതത്വവും ടീമിന് വെല്ലുവിളിയാണ്. എന്നിരുന്നാൽ തന്നെയും കരുത്തരായ ഈ ഇരു ടീമുകളിൽ നിന്ന് വാശിയേറിയ മത്സരം തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, ജനം. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ നായകസ്ഥാനം ഒഴിഞ്ഞ് മഹേന്ദ്ര സിംഗ് ധോണി. ഋതുരാജ് ഗെയ്ക്വാദാണ് പുതിയ നായകൻ. ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ 17ാം സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ പുതിയ നായകനായി ഋതുരാജ് ഗെയ്ക്വാദ് അരങ്ങേറ്റം കുറിക്കും. 5 തവണ ചെന്നൈക്ക് കിരീടം നേടിക്കൊടുക്കുന്നതിൽ ധോണിയുടെ ക്യാപ്റ്റൻസി മികവ് നിർണായക പങ്ക് വഹിച്ചിരുന്നു. IPL-ലേക്ക് വന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നായകന്മാരുടെ കാര്യം ആണ്. ഒട്ടേറെ യുവ നായകന്മാരാണ്. ഇന്ത്യൻ നായകൻ 8 ഇന്ത്യൻ നായകന്മാർ ഈ ഒരു സീസണിൽ വരുന്ന സീസണിൽ 17ാം സീസണിൽ വിവിധ ഫ്രാഞ്ചൈസികളെ നയിക്കാനുണ്ട്. 2 നായകന്മാർ മാത്രമാണ് വിദേശ നായകന്മാരായിട്ടുള്ളത്. ഈ 8 നായകന്മാരും യുവ നായകന്മാരാണ് എന്നുള്ളതാണ് അതിലെ ശ്രദ്ധേയകരമായ കാര്യം. ഇതിൽ തന്നെ ഇന്ത്യയുടെ സീനിയർ താരങ്ങളായ അതായത് വിരാട് കോഹ്ലിയും മഹേന്ദ്ര സിംഗ് ധോണിയും രോഹിത് ശർമ്മയും അടക്കമുള്ള താരങ്ങൾ IPL-ൽ ഒരു ഫ്രാഞ്ചൈസിയും നയിക്കാനില്ല എന്നുള്ളതും ശ്രദ്ധേയകരമായ കാര്യമാണ്. നായകന്മാരുടെ കാര്യത്തിലേക്ക് വന്നാൽ ഡൽഹി ക്യാപിറ്റൽസിനെ നയിക്കുന്നത് യുവതാരമായ ഋഷഭ് പന്താണ്. ഋഷഭ് പന്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുകയാണ്. അത് ഡൽഹിയെ നയിച്ചുകൊണ്ടാണ്. അദ്ദേഹം ഒരു പരിക്കിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അതിനുശേഷം ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുകയാണ്. അത് ഡൽഹിയെ നയിച്ചുകൊണ്ടാണ് ഋഷഭ് പന്തിൻ്റെ ആ ഒരു തിരിച്ചുവരവ്. മറ്റൊരു കാര്യം ചെന്നൈ സൂപ്പർ കിങ്സിലേക്കാണ്. സൂപ്പർ കിങ്സിലേക്ക് വന്നാൽ യുവതാരമായിട്ടുള്ള ഋതുരാജ് ഗെയ്ക്വാദ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. മഹേന്ദ്ര സിംഗ് ധോണി എന്ന സീനിയറായിട്ടുള്ള ഇന്ത്യയിൽ ഇപ്പോൾ IPL കളിക്കുന്നതിൽ ഏറ്റവും സീനിയറായിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണിയെ മാറ്റി പകരം ഋതുരാജ് ഗെയ്ക്വാദിനെ ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ നായകനാക്കിയിരിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം ശുഭ്മാൻ ഗില്ലാണ്. അദ്ദേഹം ഗുജറാത്ത് ടൈറ്റൻസിനെ ശുഭ്മാൻ ഗില്ലാണ് നയിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ലോകകപ്പിലും അടക്കം ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന യുവതാരമാണ് ശുഭ്മാൻ ഗിൽ. ആ ഗില്ലാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ നയിക്കുന്നത്. മറ്റൊരു കാര്യം മലയാളിയായ സഞ്ജു സാംസണാണ്. മലയാളികളുടെ അഭിമാനമായ സഞ്ജു സാംസണാണ്. സഞ്ജു രാജസ്ഥാൻ റോയൽസിനെയാണ് നയിക്കുന്നത്. പിന്നീട് മറ്റൊരു കാര്യം ലക്നൗ സൂപ്പർ ജെയിൻസ് ആണ്. KL രാഹുലാണ് നയിക്കുന്നത് ലക്നൗ സൂപ്പർ ജെയിൻസിനെ. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ശ്രേയസ് അയ്യരാണ് നയിക്കുന്നത്. അതും യുവതാരമാണ്. ഇതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം ഹർദിക് പാണ്ഡ്യയാണ്. കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ നായകനായിരുന്നു. അതിന് മുമ്പത്തെ സീസണിൽ ഗുജറാത്ത് ടൈറ്റൻസിന് കിരീടം നേടിക്കൊടുത്ത നായകനാണ് ഹർദിക് പാണ്ഡ്യ. ഹർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ പാളയത്തിലെത്തിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ രോഹിത് ശർമ്മയെ മാറ്റിയതിന് ശേഷമാണ് ഹർദിക് പാണ്ഡ്യയെ മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ നായകനാക്കിയത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ശിഖർ ധവാനാണ്. ശിഖർ ധവാൻ പഞ്ചാബ് കിങ്സിനെ നയിക്കുന്നത് ശിഖർ ധവാനാണ്. എന്തായാലും ഇതാണ് IPL-ലെ ഒരു ഇന്ത്യൻ നായകന്മാർ. എല്ലാവരും യുവതാരങ്ങളാണ്. ഇന്ത്യയുടെ ഭാവി നായകൻ ആരാകും എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ആ ഒരു നായക നിര തന്നെയാണ് ഉള്ളത്. മറ്റൊരു കാര്യം, ഇനി വിദേശ നായകന്മാരിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 നായകന്മാർ മാത്രമാണ് വിദേശ നായകന്മാരായിട്ടുള്ളത്. ഫാഫ് ഡുപ്ലസിസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നയിക്കുന്നത് ഫാഫ് ഡുപ്ലസിസ് ആണ്. പാറ്റ് കമിൻസ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഓസ്ട്രേലിയയിലെ കിരീടം ചൂടിച്ച ഇന്ത്യയിലെത്തി ഓസ്ട്രേലിയയ്ക്കൊരു ലോക കിരീടം സമ്മാനിച്ച പാറ്റ് കമിൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നയിക്കുന്നത് പാറ്റ് കമിൻസ് ആണ്. എന്തായാലും ഇതാണ് ആ ഒരു നായകന്മാരുടെ ആ ഒരു നിര ഇത് തന്നെയാണ്. എന്തായാലും IPL ഇന്ന് തുടങ്ങുകയാണ്. വിശേഷങ്ങളൊക്കെ ഉണ്ട്. നമ്മോടൊപ്പം അതിഥിയായിട്ട്
BCCIയുടെ മാച്ച് റെഫറിയും അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് നിരീക്ഷകനുമായ പി രംഗനാഥൻ ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിലേക്ക് പോകാം. ശ്രീ പി രംഗനാഥൻ, IPLന്റെ 17ാം സീസൺ ആരംഭിക്കുകയാണ്. ടീമുകളൊക്കെ ഒട്ടേറെ മാറ്റങ്ങളുമായി എത്തിയിരിക്കുകയാണ്. ഇതിൽ ശ്രദ്ധേയകരമായ കാര്യം, ധോണി നായകസ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു, പകരം ഋതുരാജ് ഗെയ്ക്വാദിനെ നായകനാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അതിൽ തന്നെ നമുക്ക് തുടങ്ങാം. ആ ധോണിയെ മാറ്റി ഋതുരാജിനെ നായകനാക്കിയ ചെന്നൈയുടെ ആ തീരുമാനത്തിൽ തന്നെ തുടങ്ങാം. ആ ഒരു തീരുമാനത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഇവിടെ ധോണി എടുത്ത തീരുമാനം തീർച്ചയായിട്ടും ഒരു യുവതാരം എന്നുള്ള രീതിയിൽ ഋതുരാജ് ഗെയ്ക്വാഡിനെ ആ സ്ഥാനം ഏൽപ്പിക്കും. എങ്കിൽ തന്നെയും ധോണിയുടെ റോൾ എന്നുള്ളത് ക്യാപ്റ്റൻ അല്ലെങ്കിലും അദ്ദേഹം വിക്കറ്റ് കീപ്പർ എന്നുള്ളത് ഏത് ടീമിന്റെയും ഒരു 2ാം നിര ക്യാപ്റ്റനാണ്. അപ്പൊ ആ ഒരു ലൈൻ നോക്കുകയാണെങ്കിൽ കീപ്പറിന്റെ സ്ഥാനത്ത് ധോണിയാണ് ഉള്ളത്. അതുകൊണ്ട് ക്യാപ്റ്റന്റെ റോളും അല്ലെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാഡിനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചാലും ധോണിയുടെ കൺട്രോളിലായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സ് കളത്തിലിറങ്ങുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഈ മത്സരത്തിൽ ഒരു മാറ്റം എന്നുള്ളത്. ഋതുരാജ് ഗെയ്ക്വാഡ് ക്യാപ്റ്റനാണെങ്കിലും വിക്കറ്റ് കീപ്പറായിട്ടുള്ള ധോണി തന്നെയായിരിക്കും മുമ്പിൽ നിന്ന് ടീമിനെ നയിക്കുക. ശ്രീരംഗനാഥൻ, മറ്റൊരു കാര്യം, ഇന്ത്യയുടെ തലമുതിർന്ന താരങ്ങൾ, ഈ IPL കളിക്കുന്ന തലമുതിർന്ന താരങ്ങൾ എന്ന് പറഞ്ഞാൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും മഹേന്ദ്ര സിംഗ് ധോണിയുമാണ്. ടോസ് സമയത്ത് ഈ 3 താരങ്ങളും ഗ്രൗണ്ടിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഈ സീസണിലെ ഒരു ശ്രദ്ധേയകരമായ കാര്യം. എങ്ങനെയാണ് അതിനെ താങ്കൾ നോക്കിക്കാണുന്നത്? തലമുറ മാറ്റം അത് സ്വാഭാവികമാണ്. ഇപ്പൊ മഹേന്ദ്ര സിംഗ് ധോണി ഈ 42 വയസ്സിലും കളിക്കളത്തിൽ ഇറങ്ങുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ അസാമാന്യമായിട്ടുള്ള ഒരു കഴിവിനെ തന്നെ ആദ്യം എടുത്തു പറയുന്നു. പിന്നീട് വിരാട് കോഹ്ലി ആയാലും എല്ലാവരും ക്രിക്കറ്റിന്റെ അവസാന ഘട്ടത്തിലോട്ട് മാറുന്ന ഒരു കാഴ്ചയാണ്. പ്രത്യേകിച്ച് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ യുവതാരങ്ങൾ ടീം ഇന്ത്യക്ക് വേണ്ടി വരേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ലോകകപ്പ്, ഈ IPLന് ശേഷം ലോകകപ്പ് വരാനിരിക്കുന്നു. അപ്പോ യുവതാരങ്ങൾക്ക് കൂടുതൽ പ്രചോദനം നൽകുന്ന രീതിയിൽ മുതിർന്ന താരങ്ങൾ മാറി നിന്ന് യുവതാരങ്ങൾക്ക് അവസരം നൽകുന്ന ഒരു രീതിയിലാണ് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ടീം ഇന്ത്യനെ ബിൽഡ് ചെയ്യുന്നതിന് ഏറ്റവും വലിയൊരു പങ്കാണ് IPL പോലെയുള്ള വലിയ വേദി, അതും ലോകകപ്പ് വരാനിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും ഈ മുതിർന്ന താരങ്ങളെല്ലാം തന്നെ ഈ യുവനിരയ്ക്ക് നല്ല രീതിയിൽ പ്രചോദനം നൽകി ടീം ഇന്ത്യയെ മികച്ച രീതിയിൽ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തായാലും പുതിയ സീസൺ തുടങ്ങുകയാണ്. നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്ക് വരാം. കരുത്തരായ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും അവർ പേരിലും ലോഗോയിലും അടക്കം മാറ്റം വരുത്തി ഇത്തവണയെങ്കിലും ഒരു കപ്പടിക്കാൻ സാധിക്കുമോ എന്ന് ഉള്ള ഇതിൽ തന്നെ പേരും ലോഗോയും എല്ലാം മാറ്റിയാണ് അവർ RCBയും എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? T20 മത്സരം എന്നും നമുക്ക് പ്രവചനം സാധ്യമല്ല. എങ്കിൽ തന്നെയും പ്രത്യേകിച്ച് IPL പോലെയുള്ള ഒരു വേദി, വിദേശ താരങ്ങളും ഇന്ത്യയിലെ ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും തിളങ്ങിയ താരങ്ങളും കൂട്ടായി കളിക്കുന്ന ഒരു മത്സരം, ആ മത്സരത്തിൽ ഒരിക്കലും നമുക്ക് പ്രവചനം സാധ്യമല്ല. എങ്കിൽ തന്നെയും ഇന്നത്തെ ഒരു വ്യത്യാസം എന്ന് ഞാൻ കാണുന്നത്, പൊതുവെ നമ്മൾ എപ്പോഴും അറിയപ്പെടുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ഒരു വെറ്ററൻ ടീം എന്നുള്ളതാണ്. പക്ഷെ അത് മാറി ഇന്ന് യുവതാരങ്ങൾ, ധാരാളം യുവതാരങ്ങൾ ഇപ്പോ ചെന്നൈ ടീമിൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള നമ്മളെല്ലാവരും ഉറ്റുനോക്ക് രജിൻ രവീന്ദ്ര എന്നുള്ള ന്യൂസിലാൻഡ് താരം, അതുകൂടാതെ ടീമിന്റെ ആ ഘടന വെച്ച് ശിവൻ ദുബെ എന്നുള്ള മുംബൈക്ക് വേണ്ടിയും ഇന്ത്യക്ക് വേണ്ടിയും എല്ലാം T20 ക്രിക്കറ്റിലെല്ലാം നന്നായിട്ട് തിളങ്ങിയ ശിവൻ ദുബെ ഉണ്ട്. കൂടാതെ പുതിയ യുവ നായകനായിട്ടുള്ള ഋതുരാജ് ഗെയ്ക്വാഡ്, വെറ്ററൻ ആയിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണി. അപ്പൊ ഒരു ടീമിന്റെ ഘടന, ശ്രദ്ധാൽ താക്കൂർ എന്നുള്ള താരം, ഇവരെല്ലാം ടീമിന്റെ ഘടന നോക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു ടീമാണ് ചെന്നൈ. കൂടുതൽ കാണികളുടെ ആ ഒരു പിന്തുണയും, പ്രത്യേകിച്ച് ചെപ്പോക്കിലാണ് മത്സരം, തിങ്ങി നിറഞ്ഞ ആദ്യ മത്സരം ആയതുകൊണ്ട് അവിടെ ടിക്കറ്റ് കിട്ടാനില്ല. അപ്പോ കാണികൾ സ്റ്റേഡിയത്തിന് പുറത്തും ആവേശത്തോടു കൂടി ചെന്നൈയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രതീതിയാണ്. മറുവശത്ത് ഒരിക്കലും നമുക്ക് റോയൽ ചാലഞ്ചേഴ്സിന്റെ ഒരു ടീം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് വിരാട് കോഹ്ലി അല്ലെങ്കിൽ ഡുപ്ലിസിസ് ഒക്കെ ഉണ്ടെങ്കിലും അവരുടെ ബോളിംഗ് ഒന്നും ഒരിക്കലും ഒരു നിലവാരത്തിനൊട്ടത്ത് ഉയർന്ന് നമ്മൾ പല തവണ പല മത്സരങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള, ഒരുപക്ഷെ അട്ടിമറിയോടുകൂടി ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ഒരു വിജയത്തോട്ട് മാറാനും സാധ്യതയുണ്ടെങ്കിൽ തന്നെയും അവരുടെ ഇതുവരെയുള്ള ഈ 17 സീസൺ നോക്കിയാലും അവര് ഒരിക്കലും ഒരു പ്രതീക്ഷയ്ക്കൊത്ത് ഈ IPL-ൽ തിളങ്ങാൻ സാധിക്കാത്തൊരു ടീമാണ്. എങ്കിൽ തന്നെയും ഡുപ്ലിസസ് എന്നുള്ള വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നായകൻ, കൂടാതെ ഇന്ത്യയുടെ ഏറ്റവും ബാക്ക് ബോൺ എന്ന് പറയുന്ന വിരാട് കോഹ്ലി ഉൾപ്പെടുന്ന കിങ് കോഹ്ലി, അപ്പൊ ഇവരൊക്കെ അടങ്ങുന്ന ഒരു ടീം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
തീർച്ചയായും ഇതിനോടൊപ്പം ഇന്നത്തെ മത്സരത്തിൻ്റെ കാര്യമല്ലെങ്കിലും പറയേണ്ട ഒരു കാര്യമുണ്ട്. ഋഷഭ് പന്ത് ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുകയാണ്. അദ്ദേഹം ഡൽഹിയുടെ നായകനായിട്ടാണ് മടങ്ങിയെത്തുന്നത്. അപ്പോൾ അതിനെ താങ്കൾ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? കാരണം അദ്ദേഹം പരിക്കേറ്റ് തിരിച്ചു പോയി ആ ചികിത്സയിലായിരുന്നു. അതിനുശേഷം തിരിച്ച് ക്രിക്കറ്റിലേക്ക് വരുന്നത് തന്നെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ നായകനായിട്ടാണ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ആ ഒരു പന്തിൻ്റെ വരെ, കാരണം അവർക്ക് ഒട്ടേറെ വിമർശനങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പന്തിനെ നേരെ നായകനാക്കി കളിപ്പിക്കണമായിരുന്നു, ആഭ്യന്തര ടൂർണമെൻറ്റിൽ കളിപ്പിച്ചതിന് ശേഷം കളിപ്പിച്ചാൽ പോരായിരുന്നു എന്നൊക്കെ, അങ്ങനെ തരത്തിലുള്ള നിരവധി വിമർശനങ്ങളൊക്കെ അതിനെ സംബന്ധിച്ച് വരുന്നുണ്ട്. അതിനെ താങ്കൾ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും അതൊരു വലിയ നല്ല സൈനാണ്. കാരണം ഒരു പരിക്കിൽ നിന്ന് ആ ആക്സിഡന്റ് നമ്മൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹം ക്രിക്കറ്റ് തന്നെ അതോടുകൂടി അവസാനിച്ചു എന്നാണ് കരുതിയിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം, ഞാനിപ്പോ തന്നെ ബാംഗ്ലൂരിൽ പോയിരുന്നപ്പോൾ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ അദ്ദേഹത്തെ കാണുകയുണ്ടായി. ആ ഋഷഭ് പന്തിന്റെ അദ്ദേഹത്തിന്റെ പ്രിപ്പറേഷൻ, അദ്ദേഹത്തിന്റെ മനക്കരുത്ത്, ഒരു താരം ഇപ്പൊ ഇതിനു മുമ്പും സമാനമായിട്ടുള്ള ഉദാഹരണം ഉണ്ടായിട്ടുണ്ട്. യുവരാജ് സിംഗ് ക്യാൻസർ അതിജീവിച്ച് ലോകകപ്പ് കളിച്ച് ലോകകപ്പ് വിജയത്തിലോട്ട് എത്തിച്ച ഒരു താരമാണ്. അപ്പൊ അതുപോലെ നമ്മൾ ഋഷഭ് പന്ത് അദ്ദേഹത്തിന്റെ ആ ഒരു ആത്മവിശ്വാസവും അദ്ദേഹത്തിന്റെ ആ കഠിനാധ്വാനവും, അദ്ദേഹം ക്രിക്കറ്റിലോട്ട് മടങ്ങി വരുന്നു, അതും IPL പോലെയുള്ള ഒരു വേദി, ഇനി വരാൻ പോകുന്ന ലോകകപ്പ്. അപ്പൊ ടീം ഇന്ത്യക്ക്, പ്രത്യേകിച്ച് ഭാരതത്തിന് ഇന്ന് ഒരു കുറവുള്ളത് എല്ലാവരും പറഞ്ഞിരുന്നത് ഒരു വിക്കറ്റ് കീപ്പർ. ധോണിക്ക് ശേഷം ഋഷഭ് പന്തിനെയാണ് നമ്മൾ ക്യാപ്റ്റൻ ആയിട്ടും കരുതിയിരുന്നത്. ഋഷഭ് പന്താണ്. അദ്ദേഹം ടീം ഇന്ത്യയിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഈ IPL ഏറെ നിർണായകമാണ്. വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം തീർച്ചയായിട്ടും, പക്ഷേ ഋഷഭ് പന്തിനെയുള്ള ഒരു താരത്തിന് ടീമിൽ അദ്ദേഹം തിരിച്ചു വരികയാണെങ്കിൽ ടീം ഇന്ത്യക്ക് അല്ലെ ഭാരതത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ അത് ഗുണം ചെയ്യുക. എന്തായാലും ഇന്നത്തെ മത്സരത്തെ പറ്റിയും വരാനിരിക്കുന്ന ആ ഒരു IPL മത്സരങ്ങളെ പറ്റിയും സംസാരിക്കാൻ നമ്മോടൊപ്പം ചേർന്നതിന് വളരെയധികം നന്ദി ശ്രീ പി രംഗനാഥൻ. ഇനി അങ്ങോട്ടുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ വിശകലനവും വിലയിരുത്തലും ഒക്കെ ആയിട്ട് നമുക്ക് എത്തേണ്ടതുണ്ട്. ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും രാവിലെ 8:15 IPLൻ്റെ വിശേഷങ്ങളുമായി നമ്മുടെ IPL ആവേശമുണ്ടാവും. ഇന്നത്തെ ഈ ഒരു IPL ആവേശം ഇവിടെ പൂർണ്ണമാവുകയാണ്. വരുന്ന ബുള്ളറ്റുകളിലൊക്കെ, അതായത് IPLൻ്റെ ആവേശം ഒട്ടും ചോരാതെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ IPL ആവേശം ഇനി മുതൽ അങ്ങോട്ട് IPL തീരുന്നത് വരെ ജനം TV യിലുണ്ടാവും. ഇന്നത്തെ IPL ആവേശത്തിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ രാവിലെ 8:15 വീണ്ടും കാണാം. നമസ്തേ.